ഹലോ, എല്ലാരും സുഖായിരിക്കുന്നോ? നമുക്കിന്ന് ഷമാമ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് പോലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റില് ഇതിനൊരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കി നോക്കിയാലോ? ആദ്യമായിട്ട് നമുക്കൊരു ഷമാമ എടുത്തിട്ട് അതിന്റെ അകത്തെ കുരുവും തൊലിയെല്ലാം കളഞ്ഞൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഞാൻ ദേ ഇത്ര ഉള്ളൊരു പീസേ എടുക്കുന്നുള്ളൂ കേട്ടോ, മുഴുവൻ എടുക്കുന്നില്ല. ഇതുകൊണ്ട് നമുക്കൊരു 2 ഗ്ലാസ് അളവ് കിട്ടും കേട്ടോ. അതിനെ കഷ്ണങ്ങളാക്കി എടുക്കാം. ഞാൻ ഇവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ബൂസ്റ്റ് ആണ്. 5 രൂപയുടെ ഒരു പാക്കറ്റ് മതി ഇതിന് വേണ്ടിയിട്ട്. നമ്മളൊരു 4 ഗ്ലാസിന്റെ അളവ് എടുക്കുന്നുണ്ട്. അതായത് ഈ ഷമ മുഴുവൻ എടുക്കുന്നുണ്ടെങ്കിൽ 2 പാക്കറ്റ് ഇടുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂട്ടത്തില് ഒരു പഴുത്ത പഴവും. ഞാനിവിടെ നന്നായിട്ട് പഴുത്ത ഒരു റോബസ്റ്റ പഴമാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാൻ ഇന്നിവിടെ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ല, ഞാൻ പഞ്ചസാര മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് ആവശ്യത്തിന് ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആവശ്യം വരും. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് പാലും കൂടി ഒഴിച്ച് ഇത് മിക്സിയിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. കുറച്ച് കടിക്കുന്നതൊക്കെ ഇഷ്ടമാണെങ്കിൽ അതിനകത്ത് ഫുള്ളും അങ്ങ് ഫൈനായിട്ട് അരയ്ക്കണമെന്നില്ല, കുറച്ച് ചെറിയ പീസസ് ആയിട്ട് കിടന്നോട്ടെ, അന്നേരം അത് കുടിക്കുമ്പോൾ ഒരു രസമാണ്. ഞാൻ ഇവിടത്തേക്കിന് 2 ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ചെറിയ ഗ്ലാസ് പാല് അത്രേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് പാലൊക്കെ എടുക്കുമ്പോൾ മനസ്സിലാവും എത്ര നമുക്ക് കൺസിസ്റ്റൻസി വേണം, അതിനനുസരിച്ച് രണ്ടാമത് പാല് ചേർക്കുകയും ചെയ്യാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് അടുത്ത ദിവസത്തേക്കിന് എടുത്ത് വെക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ അങ്ങനെ എടുത്ത് വെക്കാറുണ്ട്, കഴിക്കാറൊന്നുമില്ല. പലരും പറയാറുണ്ട് ഷമാം ഉണ്ടാക്കി വെക്കുമ്പോൾ ചിലപ്പോൾ അത് കഴിക്കാറുണ്ടെന്ന്, പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. ഈ ഐസ് ക്യൂബ്സ് ഇട്ട് വെച്ചിരിക്കുന്ന ആ ബൗളിലേക്ക് നമുക്ക് ഈ ജ്യൂസ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് യൂസ് ചെയ്യുകയും ചെയ്യാം. ഞാൻ ഇതിലേക്ക് വേറെ കളറോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇതിന്റെ നാച്ചുറൽ കളറിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ കസ്കസ് കുതിർത്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഐസ്ക്രീം കൂടെ മിക്സ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ചുമ്മാ ഒരു രസത്തിന് ഒരു 2 ചെറിയ സ്പൂൺ ഐസ്ക്രീം ഓരോ ഗ്ലാസ്സിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ചുമ്മാതെ വേണമെങ്കിൽ ചേർത്താൽ മതി, ഐസ്ക്രീം ചേർത്തില്ലെങ്കിൽ ഇതിന് ഒരു ടേസ്റ്റ് കുറവും ഇല്ല. പിന്നെ മിൽക്ക് മെയ്ഡ് ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ക്രീമി ആയിരിക്കും, ഒന്നുകൂടെ ടേസ്റ്റ് വരും, അത്രേ ഉള്ളൂ. മിൽക്ക് മെയ്ഡിന് പകരമാണെങ്കിൽ നമ്മൾ ഈ ഒരു ചെറിയ ചെറിയ പാക്കറ്റ് കിട്ടുമല്ലോ നമുക്ക് പാൽപ്പൊടിയുടെ, അത് ഒരെണ്ണം ചേർത്ത് അടിച്ചാലും മതി, അന്നേരം അതേ ആ തിക്നെസ് തന്നെ കിട്ടും. ഇതിപ്പോ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി നമുക്ക് ഗ്ലാസ്സുകളിലേക്ക് ഒഴിച്ച് നമുക്കിത് സെർവ് ചെയ്യാം. ആരെങ്കിലും വരുമ്പോഴും ഒക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ അതിന്റെ സീസണും കൂടിയല്ലേ, അപ്പൊ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ ഷമാമിന്റെ മിൽക്ക് ഷേക്ക് തയ്യാറാക്കാം. വളരെ എളുപ്പമാണ്, നമുക്ക് ഈസിലി അവൈലബിൾ ആയതുകൊണ്ട് ഇപ്പം കുഞ്ഞു മക്കൾക്കും ഒക്കെ വളരെ നല്ലതല്ലേ. നമ്മൾ ഈ തണ്ണിമത്തൻ കഴിക്കുന്ന പോലെ തന്നെ ശരീരത്തിന് നല്ല കൂളിംഗ് തരുന്ന ഒത്തിരി ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് ഷമാം. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിന്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വിട്ടേക്കണം. എളുപ്പമല്ലേ വീഡിയോ? അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമന്റ് സെക്ഷനിൽ വന്ന് പറയണം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കേട്ടാ. എനിക്കിവിടെ ചെയ്തിട്ടുണ്ട്, ഇത്ര വലിയ 2 ഗ്ലാസ്സിൽ എനിക്ക് നിറയെ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മിച്ചമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾക്ക് ആവശ്യമുള്ളത്ര കൺസിസ്റ്റൻസി ആക്കി എടുക്കാം. ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ പാല് ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നീളും. അല്ല ഈ 2 പീസ് ഷമാമിന്റെ 2 പീസും വെച്ച് ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്ക് ഏകദേശം ഇതുപോലത്തെ ഒരു ഗ്ലാസ് ആണെങ്കിൽ ഒരു 4 ഗ്ലാസ് നമുക്ക് ഈസിലി കിട്ടും. കണ്ടില്ലേ, എന്റെ ഇതിനകത്ത് ഞാൻ ഫൈനായിട്ടൊന്നും അരച്ചിട്ടില്ല. അതിനകത്ത് കുറച്ചൊക്കെ ചെറിയ പീസസ് കിടപ്പുണ്ട്. അത് കുടിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടും, അതൊരു രസമാണ്. പിന്നെ അത് ഇഷ്ടമില്ലാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ. എന്റെ മകൻ അത് ഇഷ്ടമല്ല, അവൻ പറയുന്നത് എന്താന്ന് ചോദിച്ച് അവൻ അത് എടുത്ത് കളയും. അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് ഫുള്ളും ഫൈനായിട്ട് തന്നെ അരച്ച് എടുക്കുക. ഇപ്പം കണ്ടല്ലോ, ഇത്ര ഉണ്ട്, ഇനി കുറച്ച് മിച്ചമുണ്ട്. ഇതിലേക്ക് നമുക്ക് വാനില ഐസ്ക്രീം കുറച്ച് ഇട്ട് കൊടുക്കാം. വാനില ഐസ്ക്രീം തന്നെ വേണമെന്നില്ല, എൻ്റെ കയ്യിൽ വാനില ഐസ്ക്രീം ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഇട്ടു. ഇവിടെ എല്ലാവർക്കും ജലദോഷം, അതുകൊണ്ട് ഞാൻ പേരിനൊരു ലേശം മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് 1-2 സ്കൂപ്പ് ഇതിനകത്ത് ചേർക്കാം. അത് മാത്രമല്ല നമ്മൾ മിക്സിയിൽ അടിക്കുന്ന സമയത്തും ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന്റെ കൂട്ടത്തിൽ ഇട്ട് അടിച്ചെടുക്കാനാണെങ്കിലും ചേർക്കാം. ഇത് കണ്ടില്ലേ, ഈസി അല്ല വീഡിയോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.